ഇപ്പം പണ്ട് കാലത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ തരികിട അങ്ങനെ കുറെ പ്രോഗ്രാമിന്റെ ഗുലുമാല് അങ്ങനെ ലിസ്റ്റ് എടുത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പം പല പേരുകളിൽ യൂട്യൂബിൽ പുതിയ പിള്ളേർ പ്രാങ്ക് എന്ന് ഇപ്പൊ പ്രാങ്ക് എന്നാണ് പറയുന്നത്. പണ്ട് പറ്റിക്കൽ പരിപാടി എന്നുള്ളതിന് ഇപ്പൊ പ്രാങ്ക് എന്നുള്ള ഒറ്റ പേരിൽ അത് എന്ത് സംഭവിച്ചാലും പ്രാങ്ക് ആണെന്ന് പറയും. അപ്പം അതിനൊരു ഈ പറഞ്ഞ പോലെ ഒരു നമ്മുടെ ഒരു സൈക്കോളജിക്കലി നമ്മളൊരാളെ ഹേർട്ട് ചെയ്യാതെ ഇത് നമ്മളത് ഓപ്പറേറ്റ് ചെയ്യണം. അപ്പൊ അതിനൊരു മാർഗരേഖ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, കൃത്യമായിട്ടുണ്ട്. കാരണം പണ്ട് നമുക്ക് ഇപ്പം ഞങ്ങള് പണ്ട് തരികിട ചെയ്യുന്ന സമയത്ത് ഒരു പെട്ടെന്ന് പോയിട്ട് ഒരു നെടുമങ്ങാട് പോലത്തെ ഒരു ഗ്രാമപ്രദേശത്ത് പോയി പെട്ടെന്ന് ഒരു വണ്ടി കൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ വണ്ടി നോക്കും. അപ്പൊ ഈ ചേട്ടൻ കുഴപ്പമില്ല. ഉം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് തിരിച്ച് അവിടെ കൊണ്ടുവന്ന് വണ്ടി ചവിട്ടും. ഉം. കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് വണ്ടി തിരിച്ചിട്ട് അവിടെ കൊണ്ടിടും. ഉം. ഇട്ടിട്ട് അവിടുന്ന് ഇറങ്ങി രണ്ടുപേരിറങ്ങി നമ്മൾ ഇങ്ങോട്ട് വന്ന് വെള്ളം കുടിക്കും. ഉം. എന്നിട്ട് ഞാനായിരിക്കും കൂടുതൽ ഉം. നാരങ്ങ വെള്ളം കുടിക്കും. ഞാൻ കുടിച്ച നാരങ്ങ വെള്ളത്തിന് കൽപ്പൊന്നുമില്ല. കാരണം ഒരുപാട് കടകളിൽ കയറി നാരങ്ങ വെള്ളം. അപ്പൊ നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ചേട്ടന്റെ ഡീറ്റെയിൽസ് ആ സമയത്ത് ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ആ ചേട്ടാ ഇവിടെ നെടുമങ്ങാട് ബസ്സില്ല അപ്പൊ എപ്പോഴും ബസ്സുണ്ട്, വൈകിട്ട് 4 മണിക്കൊക്കെ ഉള്ളൂ എന്നൊക്കെ പുള്ളി പറയും. പുള്ളി പറയുമ്പോ അപ്പൊ വർത്തമാനം പറയും. ഓക്കെ, എത്തി വലിഞ്ഞ് നോക്കും. എനിക്ക് കയ്യോ കാലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. പിന്നെ ശാരീരികമായി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നോക്കും. ഇത്രയും കാര്യങ്ങൾ ഓക്കെ എന്ന് കണ്ടു കഴിഞ്ഞാലായിരുന്നു പണ്ട് നമ്മൾ പ്രോഗ്രാം ചെയ്തത്. പിന്നെ വരുന്നതൊക്കെ ദൈവം സഹായിച്ച് വേറെ ബുദ്ധിമുട്ടുകളായിട്ടൊന്നും വന്നിട്ടില്ല. അല്ലാതെയുള്ള പ്രതികരണങ്ങളും ചിലത് താന്നു പോവും, ചിലത് ഹൈ ആയിട്ട് പോവും. അതാണ് അതിന്റെ സിസ്റ്റം. പക്ഷെ ഇപ്പൊ നമ്മൾ കാര്യങ്ങൾ മാറി. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് എടുത്തു ചാടി നമ്മൾ ഒരാളെ പറ്റിക്കാനായിട്ട് സാധിക്കില്ല. അതിന് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ നമ്മളൊരു മാർഗരേഖ നമ്മൾ എഴുതി വാങ്ങും. അതിനു മുമ്പ് കാരണം ഇദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടോ, മുമ്പ് പിന്നെ ഇത് ആരുടെ അടുത്താണ് എഴുതി വാങ്ങുന്നത്? ഈ പ്രാങ്ക് പ്ലാൻ ചെയ്യുന്ന ആളിന്റെ നിന്ന് കമ്പനി എഴുതി വാങ്ങുന്നതാണ്. കേരള കൗമുദി എഴുതി വാങ്ങുന്ന പ്രൊസീജിയറാണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ ആ വിവരങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ കാരണം ഇത് എന്തെങ്കിലും പ്രാങ്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായി, അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുമോ, ഈ വിവരങ്ങളെല്ലാം അവരെന്ന് എഴുതി വാങ്ങും.